എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ഞങ്ങൾ ചെറൂർ ഹൈസ്കൂളിലെ കുട്ടികൾ തെരുവോരം എന്ന സംഘടനയുമായി സംയുക്തമായിട്ട് തെരുവോരങ്ങളിൽ ഭക്ഷണം കിട്ടാതെ അലിയുന്ന ആളുകൾക്ക് കുറേ ഭക്ഷണപ്പൊതികളുമായിട്ട് പോകുന്നതിൻ്റെ ഒരു തുടക്കം. സഹപാഠികളിൽ അവരുടെ കുടുംബങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന, രോഗാവസ്ഥയാൽ ദുരിതമനുഭവിക്കുന്നവർക്ക് താങ്ങായി തണലായി നിൽക്കുവാനുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ നന്മ നിറഞ്ഞ മനസ്സിൻ്റെ തുടക്കമാണ് ചെങ്ങായി ക്ലബിലൂടെ നമുക്ക് തുടങ്ങാൻ സാധിക്കും. നമ്മുടെ കുട്ടികളുടെ ബാക്കിയായി പൊതിച്ചോറുമായി നമ്മുടെ കുട്ടികളുടെ പ്രതിനിധികൾ ആ സേവന സന്നദ്ധ സംഘടനയുടെ പ്രതിനിധികളോടൊപ്പം പോയി അവർക്ക് ഭക്ഷണം നൽകുന്ന പരിപാടിയാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഈ കാര്യങ്ങളിൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ക്ലബ് അധികാരികൾ, അതുപോലെ തന്നെ കണ്ണമലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷൻ കരീം മാസ്റ്റർ, മാസ്റ്റർ ജന്മദീൻ മാസ്റ്റർ തുടങ്ങിയിട്ടുള്ള അധ്യാപക അധ്യാപകരുടെ വിദ്യാർത്ഥി വളരെ എന്ന വാക്യമനുസരിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടി ബാബു സാർ, അതേപോലെ അയ്യൂബ് സാർ തുടങ്ങിയ എല്ലാവരും ഇതിന് പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഉദ്ഘാടനം ടെസ്റ്റ് അസോസിയേഷനിൽ നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് നിർവഹിക്കുക. അതോടൊപ്പം തന്നെ ചെങ്ങായി ക്ലബിൻ്റെ പ്രവർത്തകരും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ സ്കൂളിൽ എത്തിച്ചേർന്ന് നമ്മോട് കുറേ നല്ല വർത്തമാനങ്ങളും നമുക്ക് നല്ലൊരു മാതൃകയും നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ച് നമുക്ക് കാണിച്ചു തന്ന ബഷീർ സാറിന് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും PTA-യുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊടുക്കും. കേരളത്തിൻ്റെ, നമ്മുടെ രാജ്യത്ത് തന്നെ പല ഭാഗങ്ങളിലും പല ആളുകളും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന എത്രയോ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിനും വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ചെറൂർ ഹൈസ്കൂളിൽ ഇനി ഈ പദ്ധതി തുടർന്നും അടുത്ത മാസങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. പേരെന്താ? എവിടെ? കോഴിക്കോട് ബീച്ചിലാണ്. ചേരൂർ യത്തീംഖാനയിലെ കുട്ടികളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അവിടെ ചെങ്ങായി കൂട്ടം എന്നുള്ള ഒരു ഫുഡ് വിതരണവുമായി ബന്ധപ്പെട്ട് തെരുവോരം ഡെസ്റ്റിറ്റ്യൂട്ട് കെയറിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ആ കുഞ്ഞുങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് തെരുവിൽ അലയുന്നവരെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാണ്. ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ
ഞങ്ങളും തെരുവോരം എന്ന സംഘടനയും കുറേ ആളുകൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊക്കെ വളരെ സുഖ സൗകര്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, കുറേ ആളുകൾ മൈൻഡ് ചെയ്യുന്നു, കുറേ ആളുകൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ കുട്ടി ഇപ്പോൾ കിടന്നുറങ്ങുന്നൊരവസ്ഥയാണ്. നമ്മുടെ വീടുകളിൽ സൗകര്യമില്ലെന്ന് വൈദ്യുതി കറണ്ട് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ, അല്ലെങ്കിൽ റൂമിൻ്റെ വലിപ്പം കുറഞ്ഞാൽ, ഇങ്ങനെയൊക്കെ സങ്കടപ്പെടുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഇത്തരം കാഴ്ചകൾ കാണുക. ഇവരോടൊപ്പം ചേർന്നുകൊണ്ട് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ഭക്ഷണമായിട്ടും മറ്റും ഷെൽട്ടറായിട്ടും, ഇവിടെ കാണുന്ന കുറേ ആളുകൾക്ക് താമസിക്കാൻ സൗകര്യമില്ല, സ്ഥലമില്ല. അതുകൊണ്ട് ഇവരുടെ വീട് എന്ന് പറയുന്നത് ഈ കടപ്പുറവും അതേപോലെ തന്നെ മറ്റ് കടകളുടെ കോലായി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ്. ഇനിയും ചെറൂർ ഹൈസ്കൂള് വിവിധങ്ങളായ പദ്ധതികളുമായിട്ട് മുന്നോട്ട് ഇറങ്ങുന്നതാണ്. ഞങ്ങളുടെ ഒരു ചെറിയ പ്രവർത്തനം മാത്രമാണിത്. ചെറൂർ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് PPTM YHS ചെറൂർ. ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോട് അവിടെയാണുള്ളത്. ഇപ്പോൾ ഞങ്ങൾ കുറേ ഭക്ഷണത്തിന് അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരെ കണ്ടു. വളരെയധികം സങ്കടം തോന്നി. പക്ഷേ ഞങ്ങൾ മാത്രം ഇതിന് ഇറങ്ങിയാൽ പോരാ, എല്ലാ കുട്ടികളും ഇതിനു വേണ്ടി പോരാടണം. ഞങ്ങൾക്ക് വളരെയധികം വിഷമവും സങ്കടവും തോന്നി. ഞങ്ങളിവിടെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുമെന്നേ വിചാരിച്ചിട്ടുള്ളൂ, പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ പേരെ ഇവിടെ ഉണ്ട്. ഇനിയും ഇതിനു വേണ്ടി ഞങ്ങൾ ഓരോ പദ്ധതിയും തയ്യാറാക്കും. ഞങ്ങൾ ഇതിനു വേണ്ടി പോരാടും. വളരെ സന്തോഷമുണ്ട്. കുട്ടികളുടെ ഈ ഒരു കനിവേറിയ പ്രവർത്തനങ്ങൾ ഞങ്ങളൊക്കെ അതിലൊരു ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം ഹൃദ്യമായിരിക്കുന്ന ഒരു പടച്ചവനോട് നന്ദി പറയുകയാണ്. യഥാർത്ഥത്തിൽ വളരെ ദയനീയമായ കാഴ്ചയാണ് ഞങ്ങൾ കോഴിക്കോട് ഭാഗങ്ങളിൽ കണ്ടത്. പലപ്പോഴും നമ്മളൊക്കെ എത്ര സൗഭാഗ്യത്തിലാണ്, സുഖത്തിലാണ് ജീവിക്കുന്നത് എന്ന് പല സമയങ്ങളും നമ്മൾ മറക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ കാണുമ്പോൾ, തെരുവോരങ്ങളിലുള്ള ആളുകളെ കാണുമ്പോൾ നമ്മുടെ സുഖത്തിൻ്റെ ആ പരമോന്നത, അതിൻ്റെ സൗകര്യം എത്രത്തോളം ഉണ്ട് നമ്മൾ തിരിച്ചറിയുന്നു. ഇപ്പോൾ ഇതിൽ കണ്ട ഏറ്റവും മറ്റൊരു ദയനീയ കാഴ്ച, ഇവിടുത്തെ കടപ്പുറത്ത് കിടന്നുറങ്ങുന്ന ഒരു സ്ത്രീ, ഒരു കുടുംബം, അവരുടെ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ നിന്നാണ് ആ തെരുവിൽ ഉള്ള ഒരു നായ ഭക്ഷണം കഴിക്കുന്നത്. ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ സൗകര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരേ പാത്രത്തിൽ നായയും ഈ തെരുവിലെ ആൾക്കാരും ഒരേപോലെ ഭക്ഷണം കഴിക്കുന്ന ഒരു മനസ്സിനെ തട്ടിക്കുന്ന ഒരു വല്ലാത്ത ഒരു ചിത്രം, ഒരു രൂപം നമുക്ക് മനസ്സിലൊരിക്കലും പോകാത്ത ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ സമയത്ത് നമ്മളൊക്കെ തന്നെ ഭക്ഷണം എന്ത് ചെയ്യണമെന്ന് ആയിട്ട് നിൽക്കുന്ന ഒരു രൂപവും നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് എല്ലാവർക്കും ഒരു മാതൃകയായി, മുതൽക്കൂട്ടായി PPTM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും എന്നും മുൻപന്തിയിലാണ്. നമുക്ക് ഈ വർഷം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിർധനരായിട്ടുള്ള രോഗികൾക്ക് മരുന്നെത്തിച്ചു കൊടുക്കുന്നതിനും അതുപോലെ തന്നെ കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാവപ്പെട്ട കുട്ടികൾക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തുന്നതിനൊക്കെ നമ്മളെന്നും മുൻപന്തിയിൽ തന്നെയാണ്. ഈ വർഷം പ്രധാനപ്പെട്ട 2 പദ്ധതികളാണ് നമ്മൾ കൊണ്ടുവന്നത്. ഒന്ന് ചങ്ങായിച്ചപ്പ് എന്ന പേരിൽ നിർധനരായിട്ടുള്ള രോഗികളായിട്ടുള്ള വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി. കുട്ടികളെല്ലാ ബുധനാഴ്ചയും നമ്മളൊരു ചെപ്പ് വെച്ചുകൊണ്ട് അതിൽ പൈസ കുട്ടികൾ നിക്ഷേപിക്കുന്നു. ആ പണം കൊണ്ട് കുട്ടികളെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളുടെ രക്ഷിതാക്കളായിട്ടുള്ള രോഗശൈലിയിൽ കിടക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഒന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ തെരുവോരങ്ങളിൽ ഒരുപാട് നിരാലംബരായിട്ടുള്ള, നിർധനരായിട്ടുള്ള, ആരാലും സഹായിക്കാനില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാതെ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ തെരുവുകളിൽ കഴിയുന്നുണ്ട്. അന്തി ഉറങ്ങാൻ, ഒരു തല ചായ്ക്കാൻ ഒരു ഇടം പോലും ഇല്ലാതെയാണ് അവർ ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുട്ടികൾ നമ്മുടെ സ്കൂളിലെ ചാരിറ്റി സെല്ലിൻ്റെ നേതൃത്വത്തിൽ അബൂബക്കർ മാഷും മനച്ച മാഷും ഫൈസൽ സാറും ഫാറൂഖ് സാറും ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു ചാരിറ്റി സെല്ല് രൂപീകരിച്ച് ഈ കുട്ടികളെ ഈ ആളുകളെ ഭക്ഷണം കിട്ടാൻ ഗതിയില്ലാത്തവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി തയ്യാറാക്കുകയും അത് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ, രക്ഷിതാക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അവരുടെ നിർലോഭമായിട്ടുള്ള പ്രോത്സാഹനം, സഹായം, സാമ്പത്തിക സഹായം ഈ കാര്യത്തിൽ കിട്ടുകയും ചെയ്തു. അതിൻ്റെ ഒരു ലോഞ്ചിങ് എന്നുള്ള നിലയ്ക്ക് ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ ഇതുപോലെ തന്നെ ഒരു വീൽ ചെയർ അസോസിയേഷൻ്റെ ഒരു നേതാവ് മിസ്റ്റർ ബഷീറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ഒരു പരിപാടി ഇന്ന് നാടിന് വേണ്ടി സമർപ്പിക്കുകയുണ്ടായി.
നമ്മുടെ വിദ്യാലയത്തിൽ 3500 കുട്ടികളും ഇതിൽ പങ്കാളിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അതോടൊപ്പം തന്നെ പാരൻസിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്, ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട്, സഹപ്രവർത്തകരുടെ സപ്പോർട്ടിൻ്റെ ഫലമായിട്ട് ഇത് ഒരു വൻ വിജയമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. തുടർന്നും ഇത്തരത്തിലുള്ള സഹായങ്ങൾ നാട്ടുകാരിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്, പ്രതീക്ഷയും നമുക്കുണ്ടെന്ന് അറിയിക്കുക. കാരുണ്യ വഴി തിളക്കമാർന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതിനകം കാഴ്ചവെച്ച ചേറൂർ യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പുതിയ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ചങ്ങായിച്ചപ്പ് എന്ന പേരിൽ ആരംഭിച്ച പദ്ധതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം വിദ്യാർത്ഥികൾ അവരുടെ കാരുണ്യ കൈനീട്ടം നൽകുകയും അത് അവരുടെ സഹപാഠികളിൽ രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്നവർ, അതേപോലെ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ചങ്ങായിച്ചപ്പ്. അതിൻ്റെ കീഴിൽ ആദ്യത്തെ ഒരു സംരംഭം എന്നുള്ള നിലയിൽ നമ്മൾ ഇന്ന് ആരംഭിച്ച തെരുവോരങ്ങളിൽ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം എത്തിക്കുന്നൊരു പരിപാടി ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കോഴിക്കോട് തെരുവോരം സന്ദർശിച്ചത് തികച്ചും വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു. വിദ്യാർത്ഥികളിൽ ഒരു സാമൂഹ്യബോധം വളർത്താനും ഇത്തരത്തിലുള്ള പിന്നോക്കം നിൽക്കുന്ന ആളുകളെ, ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ആളുകളെക്കുറിച്ച് മനസ്സിലാക്കാനും വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ സാധിച്ചു. ഇത് നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്താൽ ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ആളുകളിലെത്തും. ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ളൊരു പ്രചോദനമാവട്ടെ എന്നാണ് ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്.